Hello friends, it's Shumi from Mr. So welcome back to my channel. Guys, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പുതിയ ടെക്നോളജി ടൈപ്പ് കൂടിയാണ്. സോ എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലൈഫ് ഓക്കെ, അതായത് IT ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് മിക്ക ഘടനയിലും അവർക്ക് പ്രോഗ്രാമിംഗ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു ഘട്ടത്തിനനുസരിച്ച് ഏത് കമ്പനി അതിന്റെ താളത്തിനനുസരിച്ച് അവർ കൊടുക്കും പ്രോഗ്രാമിംഗ് മാറി അവർക്ക് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനും സിൻടാക്സ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിനും ഓരോ സിൻടാക്സ് ആണ്. നമ്മൾ മിക്ക ആൾക്കാർക്കും പണ്ട് മുതൽ പഠിക്കുന്നവരുണ്ടാവും, C++ അറിയുന്നവരുണ്ടാവും. ചെറിയ ക്ലാസ് തന്നെ 10ാം ക്ലാസ്, +1, +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുന്നവർക്ക് അതിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ സിൻടാക്സ് പറഞ്ഞ കൺസെപ്റ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയുന്നുണ്ടാവും. അതായത് ലാംഗ്വേജ് എന്നാണ് ഇതിനൊക്കെ പറയാം. ഈ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാൻ അതിൻ്റെതായിട്ടുള്ള ചിട്ടാട്ടങ്ങളും വഴികളുണ്ട്. അതിനാണ് ഈ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി മുതൽ ഹ്യൂമൻ എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ പ്രോഗ്രാമിംഗ്സ് നമുക്ക് എന്താ വേണം എന്നതിൽ എഴുതി കൊടുത്താൽ, എക്സാമ്പിൾ 1+1 പൈത്തൺ പ്രോഗ്രാമിൽ എങ്ങനെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ പൈത്തന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈച്ചാമ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ ഒരു സിൻടാക്സ് എഴുതി വെക്കും. അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കും, നാളെ ബുക്ക് റെഫർ അങ്ങനെയൊക്കെ എഴുതും. പക്ഷെ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ChatGpt എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ChatGpt. ഈ ChatGpt വെബ്സൈറ്റ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ഇഫ് യു വാണ്ട് ടു ആഡ് 2 digits ഓഫ് നമ്പർ ഇൻ പൈത്തൺ ലാംഗ്വേജ്, ജസ്റ്റ് ആഡ് write a program to add 2 digits of a Python number. So ഇതാണ് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം കംപ്ലീറ്റ് മാറാൻ പോകുന്ന കേസ്. സോ ലെറ്റ്സ് സീ. ഇത് ഇയോൺ മസ്കും സുഹൃത്തുക്കളും കണ്ടുപിടിച്ച ഒരു വെബ്സൈറ്റ് ആണ് ChatGpt. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഒരാളോട് വർത്തമാനം പറയുന്ന പോലെ നമുക്ക് ഈ ChatGPT നമുക്ക് എന്ത് ചോദിക്കും? നമുക്ക് ഒരു പ്രോഗ്രാമിംഗ്, മെയിൻ ആയിട്ട് പ്രോഗ്രാമിംഗ് ആസ് IT പേഴ്സൺ നമുക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു കുക്ക് ചെയ്യാൻ എന്താ അറിയില്ല, മലബാറി ബിരിയാണി എനിക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പോട്ടെ എനിക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. Okay, how to make a chicken biryani? Okay, let's try how to make a chicken biryani. ആൻസർ വന്നു. നിങ്ങൾക്ക് കാണാതെ ഞാൻ വിചാരിക്കും ആൻസർ വന്നു. ഇനി നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ ആരോടും നമുക്ക് സ്വന്തം ഇല്ല, ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. സോ ദിസ് ഈസ് ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുതലുള്ള ലോകം കംപ്ലീറ്റ് AI. ഈ ഒരു 2022 ഇത്രയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും നമ്മൾ ഒരു 5 വർഷം 10 വർഷത്തെ ഒരു ഘടന. ഇപ്പോൾ UAയിലൊക്കെ AI കൊണ്ട് തന്നെ, ഇപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ UAയിൽ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറുകളൊക്കെ ഇപ്പോൾ ഓടാൻ വേണ്ടി തുടങ്ങി. ഇനി ഭാവിയിൽ AI കൊണ്ട് ഏതൊക്കെ മേഖല ഏതൊക്കെ ചേഞ്ചസ് വരാൻ വേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ് വന്നതിന് ശേഷം ഇവരുടെ, അതായത് ഈ ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു പണികൾക്ക് ഇനിയൊരു കൂച്ചുവലം കിട്ടുന്ന പോലെയാവും. അതേപോലെ തന്നെ ഡെവലപ്പേഴ്സ്, അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അതായത് കോഡിങ് ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കേണ്ട കാലഘട്ടം വന്നെത്തി. അവർ ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ അവർ കയ്യിൽ നിന്ന് പോകും. അവരെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. ഇനി മുതലുള്ള ഒരു ഫ്യൂച്ചർ ടേംസിൽ ഇനി ഒരു അടുത്ത 10 വർഷത്തിൽ പ്രോഗ്രാമിംഗ് ഫീൽഡിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി AI റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഇനി പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ റോബോട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതിനുണ്ടാക്കാനല്ല പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിങ് ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ഇനി പഠിച്ചാൽ മതിയാവും. So thanks for watching my video. If you find this video helpful, please share with your friends, and also please do subscribe and press like, and please press the bell button just near to the subscribe button, and see you in another video with a different kind of technology connect. So life of a programmer ingane pogunnu oru programmer ജീവിതം. So see you, bye.